ഞാൻ പഞ്ചായത്തിൽ വന്നിട്ട് ആ കാര്യങ്ങൾ തീരുമാനിക്കാം. ബാക്കിയൊക്കെ വെക്ക്. ഞാൻ എന്തായാലും ഇപ്പം അംഗൻവാടി വരെ വന്നിട്ടുള്ളൂ. ഒന്ന് ടീച്ചറെ കണ്ടിട്ട് വരാം. ടീച്ചറെ ടീച്ചറെ ആ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഒന്ന് പോണ്ടേ? ഞാൻ ഈ വാടി മത്സരിക്കുമ്പോ ആ കുടുംബത്തിന് ദയനീയാവസ്ഥ മനസ്സിലായി. എന്തായാലും നമുക്ക് അവിടം വരെ പോവാം, എന്നിട്ട് തീരുമാനിക്കാം. ആയിക്കോട്ടെ, ഇറങ്ങാം. നമുക്ക് കുറച്ചും കൂടി മുമ്പേ ഇറങ്ങേണ്ടിയായിരുന്നു. കുന്നും മലയൊക്കെ കയറിയിട്ട് ഇനി എപ്പോ എത്താനാ? മെമ്പറെ, ഇനിയും കുറെ ദൂരം ഉണ്ടാ? മെമ്പറെ, രാത്രി ആയാലും വീട്ടിലെത്തിച്ചേരണേ. അയിനെന്നപ്പാ. കൃഷ്ണേട്ടാ. ആ മെമ്പറാ? മതി അപ്പാ, പതിയെ മതി. ഇവരാണ് കേട്ടോ നമ്മുടെ പുതിയ അംഗൻവാടിയിലെ ടീച്ചറും ഹെൽപ്പറും. ടീച്ചറെ കയറിയിരിക്ക. കൃഷ്ണേട്ടാ, പിള്ളേരൊക്കെ എവിടെ? പിള്ളേരെല്ലാത്തുണ്ട്. നമ്മളെ മെമ്പർ വന്നിട്ടില്ല. അമ്മ എന്തി വിളിക്കപ്പാ. സാറല്ലേ? ആ തലേന്ന് പണിക്ക് പോയില്ലായിരുന്നു. ആ മോളും ഉണ്ടല്ലോ. ഇവിടുത്തെ കോളേജിലൊന്നും പോയില്ലേ? എന്റെ കുഞ്ഞോടി പോയിട്ടില്ല. കോളേജെല്ലാം അങ്ങ് ദൂരല്ലേ. +2 കഴിഞ്ഞവരോള് പഠിപ്പ് നിർത്തിയതാ. അപ്പൊ കൃഷ്ണേട്ടന്റെ പെട്ടിക്കട എന്തായി? ആടെ സാധനം ഒന്നും എത്തിക്കാൻ കഴിയാത്തോണ്ട് അതെല്ലാം പൂട്ടിപ്പോയിന്. പിന്നെ പ്രഷറും ഷുഗറും ആകെ വിഷമത്തിലാ. ഞാനൊരാള് വേണ്ടേ? ഞാൻ ജോലിക്ക് പോയിട്ട് വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്താൻ. ഇവിടെ നിങ്ങളെ പോലെയുള്ളവർക്ക് ഒരുപാട് പദ്ധതികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള വിദ്യാകരണ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. സരളച്ചി, വിവാഹപ്രായമായ പെൺകുട്ടികൾക്ക് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ് കേട്ടോ പരിണയ പദ്ധതി. ഇവരുടെ വിവാഹ സമയത്ത് അത് നമുക്ക് അപേക്ഷിക്കാം. കൃഷ്ണേട്ടനുണ്ട് ഇതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പദ്ധതികൾ. കൃഷ്ണേട്ടന്റെ അടിയന്തര ചികിത്സാ സഹായമായ പരിരക്ഷാ പദ്ധതിയുണ്ട്. ഇതുവരെ ആരും ഇതിനെ പറ്റി ഇവിടെ പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾ ദയവായിട്ട് അവിടെ എത്തിച്ചത്. ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. കൃഷ്ണേട്ടാ, നിങ്ങൾ തനിച്ചല്ല, സർക്കാർ നിങ്ങളുടെ ഒപ്പമുണ്ട്.